ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും അതുപോലെ തന്നെ ധനലക്ഷ്മിയും കൂടി സംസാരിക്കുക കേട്ടോ. ധനലക്ഷ്മി പറയുന്നുണ്ട്, ആരുടെയൊക്കെ ജീവിതമാണടി നീ നശിപ്പിക്കാനായിട്ട് പോകുന്നത്? ആദ്യം ആ കൃഷിൻ്റെ ജീവിതം, പിന്നെ വരുണിൻ്റെ ജീവിതം, അങ്ങനെ എല്ലാവരും. പിന്നെ പിന്നെ നീ കണ്ടോ എൻ്റെ മനോജേട്ടനും ഇവിടെ നിന്ന് പോയത് നീ കണ്ടോ? അത് നീ കാരണമല്ലേ എന്ന് പറയാട്ടോ. അത് ഞാൻ കാരണമല്ല, അത് ഏട്ടത്തി കാരണമാണ്. ഭാര്യ എന്ന നിലയ്ക്ക് ഏട്ടത്തി എന്തെങ്കിലും നല്ല രീതിക്ക് ഏട്ടനോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നോ പോവേണ്ടതാണ് ഏട്ടൻ, അതിപ്പോൾ പോയത് നന്നായി എന്ന് പറയുന്നു. എന്ത് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഓങ്ങാൻ നിൽക്കുന്നു. എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ ധനലക്ഷ്മിയോടും പറയുന്നുണ്ട്. ഇനി മേല നീ എൻ്റെ ദേഹത്ത് കൈവച്ച് പോകരുത്. പിന്നെ വരുണിൻ്റെ കാര്യം, വരുണിന് ഞാൻ കേസ് കൊടുക്കാനായിട്ട് പോവാണ്. ഇഷ്ടമല്ലാത്തപ്പോൾ ഞാൻ എത്ര വട്ടം പറഞ്ഞു വരുണിനോട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. പിന്നെയും കല്യാണത്തിന് നിർബന്ധിച്ചിട്ട് പിന്നെ എന്നെ താലി കെട്ടാനായിട്ട് നടന്നവനാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ രീതിയിൽ അവന് ഞാനൊരു കേസ് കൊടുക്കാനായിട്ട് പോവാണ്. അവൻ അങ്ങനെ എന്നെ ഇനി ശല്യപ്പെടുത്താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു. നീ ആൾ കൊള്ളാലോ, എല്ലാം വാങ്ങിയിട്ട് ഇനി അവൻ്റെ സ്വർണവും അതുപോലെ പണവും അതുപോലെ ഈ വീടൊക്കെ അവൻ്റെ പേരിൽ തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നീ ഇനി ജീവിക്കേണ്ടി വരുന്നു. എനിക്കറിയാം, ഇതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. എവിടെ നിന്ന് എടുത്ത് നീ കൊടുക്കും? അലിഗയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ സുജാതയും സാഗറും അറിഞ്ഞിട്ട് ആ കൃഷിനെ ജയിലിലാക്കി വിവരമൊക്കെ അറിഞ്ഞാൽ നിന്നെ അലിഗയിൽ പടി ചവിട്ടാൻ അവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? പിന്നെ നീ എങ്ങനെ ശരിയാക്കും? നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ലടി, നീ ഇനി വേസ്റ്റാണ്, വട്ടപൂജ്യം എന്നൊക്കെ പറയില്ലേ, അതാണ്, നീ ഇനി തീർന്നടി എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി കൺമണിയോട് പറയുന്നു കേട്ടോ. കൺമണി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും കൺമണിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണനെയും അതുപോലെ തന്നെ നമ്മുടെ ബലരാമനെയാണ് കാണിക്കുന്നത്. ജയിലിനകത്ത് തന്നെ അവർ പൊഴിഞ്ഞ വഴക്ക് നടക്കുക കേട്ടോ. ബലരാമനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് താഴ്ന്ന മട്ടാണ്. കാരണം കൃഷ്ണനോട് ഇപ്പോൾ ഒരു അനിയൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ ബലരാമന്. അപ്പോഴത്തേനും മോനെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചെയ്തത് തെറ്റാണ്, അതിന് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിൻ്റെ ഒരു അനിയനെ പോലെയല്ലേ ഞാൻ കാണുന്നത് എന്ന് പറയുന്നു. നീ എന്നെ അനിയനായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല, നീ ഒരു ചതിയനാണ്, ഞങ്ങളുടെ കുടുംബമടക്കം നീ ചതിച്ചു. ചിലപ്പോൾ ശരിയാവുമായിരിക്കാം, പക്ഷേ സുജാതയും സാഗറിനെയും സ്വന്തം അച്ഛനും അമ്മേൻ്റെയും സ്ഥാനത്ത് കണ്ട അന്ന് മുതൽ തന്നെ ഞാനൊന്നും ഇനിയൊന്നും ചെയ്തിട്ടില്ല, അവർക്കെതിരെ ഞാൻ തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എനിക്കിതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, നിന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊല്ലാനായിട്ട് ശ്രമിക്കുക കേട്ടോ ബലരാമനെ. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് തടയുന്നൊക്കെ ഉണ്ട്. രണ്ടിനെയും എൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് തടഞ്ഞു മാറ്റുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സഹദേവനോട് ചോദിക്കുന്നുണ്ട് ബലരാമൻ, എന്താ സർ കൃഷിൻ്റെ നേരിലുള്ള തെറ്റെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇവൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൺമണി പറഞ്ഞൊരു പെൺകുട്ടിയെ ഇവൻ സ്നേഹിച്ചു. അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന വരുൺ എന്നൊരു ചെറുപ്പക്കാരൻ അതിന് കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പൊരിഞ്ഞ അടിയുണ്ടായിട്ട് വന്ന് നിൽക്കുകയാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ബലരാമൻ പറയുന്നുണ്ട്, നിനക്ക് കൺമണി ഇഷ്ടമാണല്ലേ? കൺമണി നല്ല കുട്ടിയാണ്, എനിക്കും അവളെ വളരെയധികം ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്, പിന്നെ ബ്രില്യൻ്റ് ആണ്, നിനക്ക് ചേർന്നൊരു കുട്ടിയാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരുമെന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണ ഇതൊന്നും കേൾക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ ഇതിനൊരു പ്രതിവിധി വേണം, കാരണം കൃഷി ഈ ഒരു സെല്ലിനടുത്ത് കടന്ന് നരകിക്കാൻ പാടില്ല എന്ന് ബലരാമൻ നല്ലപോലെ അറിയാം. അപ്പോൾ സഹദേവനോട് ചെന്ന് പറയുന്നുണ്ട്, സർ ആ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവ എപ്പോഴും ഫോൺ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം പൈസ തന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ നിങ്ങളെ വിലക്കെടുത്തിരിക്കുകയല്ലേ, നിങ്ങൾ എനിക്ക് ഫോൺ തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആരെ വിളിക്കാനാണ്? എനിക്ക് ഭാഗ്യശ്രീ ഒന്ന് വിളിക്കണം, അതിന് വേണ്ടി എൻ്റെ മുന്നിൽ നിന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ മാറി നിന്നതിന് ശേഷം ബലരാമൻ നമ്മുടെ ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് കേട്ടോ. ഭാഗ്യശ്രീ വിളിക്കുമ്പോഴത്തേനും ഞാനാണ് മോളെ എന്ന് പറയുന്നു. ഏട്ടനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ജയിലിൽ നിന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് നിയമപരമല്ല എന്ന് പറയുന്നു. എനിക്കൊരു അത്യാവശ്യ ഘട്ടമുണ്ടായിരുന്നു മോളെ, അതാണ് ഞാൻ വിളിച്ചതെന്നും ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്. കൃഷി ജയിലിനകത്തുണ്ട്, അവനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം, ജാമ്യത്തിലിറക്കണം, അതിന് മോള് വരണം എന്ന് പറയുന്നു. എന്താ ഏട്ടാ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അതേ മോളെ, അവനൊരു പാവമാണ്, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, നിന്നെക്കൊണ്ടേ സാധിക്കുള്ളൂ. നല്ല ശത്രുക്കളായിരുന്ന നിങ്ങൾ ഒന്നായെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്, പക്ഷേ എനിക്കതില്ല. സുജാതയും സാഗറിനെയും എന്നെ അച്ഛനും അമ്മയും കാണുന്ന സ്ഥിതിക്ക് എനിക്ക് അവൻ എൻ്റെ അനിയനെ പോലെ തന്നെയാണ്. അവനിവിടെ കടന്ന് നരയിക്കാൻ പാടില്ല. അവൻ്റെ പേരിൽ എന്താണ് കേസ് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം നീ അവനെ പുറത്തിറക്കണമെന്ന് പറയുന്നു. നീ ഉടനെ ഇങ്ങോട്ട് വരണമെന്നും പറയാട്ടോ ചെയ്യുന്നത്. തീർച്ചയായും വരാട്ടാന്ന് പറയുന്നു. അതിനുശേഷം തന്നെ സഹദേവൻ്റെ കയ്യിൽ ഫോൺ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ
സഹദേവൻ പറയുന്നുണ്ട് ആ കൃഷിനെ ഒരു സെല്ലിൽ തന്നെ കിട്ടിയിരിക്കുകയല്ലേ അങ്ങ് തീർത്തേക്ക് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ബലരാമന് ദേഷ്യം വന്നിട്ട് പോകുന്നു. പിന്നെ ഈ ഒരു കാര്യങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയാതെ പോണ സ്ഥിതിക്ക് ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സഹദേവൻ കേൾക്കുന്നു. ഇതെല്ലാം തന്നെ സുമിത്രയോടും ബാലുവിനോട് തിരിച്ച് വിളിച്ചു കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സുമിത്ര ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട്. നീ ആരൊക്കെയും ജാമ്യം എടുക്കാൻ പോവായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ കൃഷിന് ജാമ്യം എടുക്കാൻ പോവാണ്. നമ്മുടെ ശത്രുക്കളല്ലേ അവർക്ക് ജാമ്യം എടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇതെന്ത് അവസാനം കാലഘട്ടം അടയ്ക്കുന്ന പോലെയാണല്ലേ നിൻ്റെ അഭിപ്രായം? ഒന്നുമില്ല അമ്മേ, എനിക്കത് ഏട്ടൻ പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേനും സുമിത്രയ്ക്കും ബാലുവിനും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും കൺമണിയാണ് കാണിക്കുന്നത്. കൺമണി വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ, തൻ്റെ വിധിയെക്കുറിച്ച് ആലോചിച്ചിട്ട്. ആ സമയത്ത് തന്നെയാണ് അരുണൻ്റെ അച്ഛൻ ഫോൺ ചെയ്ത് കൊടുക്കുക കേട്ടോ, എനിക്ക് അവളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ഹലോ എന്ന് ചോദിക്കുക കേട്ടോ കൺമണി. അപ്പം നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ രീതിയിൽ വരുണിന് സംസാരിക്കാനേ സാധിക്കുന്നില്ല, എന്നാലും ഒപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ കൺമണി വീണ്ടും വിഷമത്തിലിരിക്കുകയാണ്. പിന്നെ ബലരാമനെ കാണാൻ ഭാഗ്യശ്രീ വരുന്നു. അതിനുശേഷം കൃഷിൻ്റെ കേസൊക്കെ ഞാൻ അന്വേഷിച്ചു. കാരണം അതൊരു വരുണിന് വരുണിന് കിട്ടിയ സഹദേവൻ ആ അനിരുദ്ധന് കിട്ടേണ്ടതുമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ജാമ്യം കിട്ടാൻ ഇനി കുറച്ച് പ്രയാസമുണ്ട്. അത് കൃഷി തന്നെ വിചാരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം അത് കേസ് വേറെ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അവരെല്ലാ കുറ്റങ്ങളും കൃഷിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൃഷി നമ്മളാണ് അവന് ജാമ്യം എടുത്ത് കൊടുക്കുന്നത് എന്നുള്ളത് അവൻ അംഗീകരിക്കണം, അതിന് സാധിക്കൂ എന്ന് പറയുന്നു. അതൊക്കെ നീ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതിന് കൃഷിന് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ നിർബന്ധിക്കണം. അതാരാണ് മോളെ? കൺമണി തന്നെ. അവൾ സമ്മതിച്ചാൽ കൃഷി എവിടെയുമാണെങ്കിലും നമുക്ക് അനുകൂലമായി നിന്നോളും എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മോളെന്തായാലും അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണി അമ്പലത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നു. ഭാഗ്യശ്രീ വരുമ്പോഴത്തേനും കൺമണി ആ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അന്ന് ആ ജാമ്യം എടുക്കാൻ വേണ്ടി ബലരാമൻ ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഭാഗ്യശ്രീ എപ്പോഴും കൺമണിക്കും അതുപോലെ കൃഷിനും അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കൺമണി എപ്പോഴും തെറ്റിദ്ധരിച്ചതാണ്. അതിനുശേഷം തന്നെ നിങ്ങളെന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്? എൻ്റെ ഈ തകർച്ച കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണി എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ അവിടെ എത്താറില്ലേ? എന്തിനാ കൺമണി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരിക്കലും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. കൺമണിയെ രക്ഷിക്കാൻ വേണ്ടി വന്നവളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ആട്ടിൻതോലിട്ട ചെന്നായിയാണ് നീ എന്ന് പറയുന്നു. കൺമണിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. കൺമണി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണനെ സ്നേഹിക്കുന്ന മറ്റൊരാളും കൂടിയുണ്ട്. അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതാരാണ് ചോദിക്കുന്നത്? അതൊക്കെ കൺമണിക്ക് പഴയ മനസ്സിലാവും. കൃഷ്ണനെ നമുക്ക് ജാമ്യത്തിലെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൺമണി എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. എന്നിട്ട് ജാമ്യത്തിൽ എടുത്തതിന് ശേഷം കൺമണി തീരുമാനിച്ചു ഞാൻ ദുഷ്ടയാണോ അതോ നല്ലവളാണോ എന്നൊക്കെ കൺമണിക്ക് തീരുമാനിക്കാം. പക്ഷേ എൻ്റെ കൂടെ കൺമണി കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിക്കൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ആൻറ്റിയമ്മയും മാനസിയാണ് കാണിക്കുന്നത്. കൃഷിൻ്റെ ഫോൺ എടുക്കുന്നില്ല, ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഇവൻ ഇവിടെ പോയി കിടക്കുകയാണെന്ന രീതിയിൽ ആൻറ്റിയമ്മയും മാനസിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മഹിപാലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറയുന്നു. അങ്ങനെ മഹിയെ ഫോൺ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് മാനസിയാണല്ലോ, ഞാൻ GM ആണ്, ഇവിടെ ക്രിഷ് സാഗർ ഉണ്ടോ, MD ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുന്നു. സാർ മീറ്റിങ്ങിലാണെന്ന് പറയലും കട്ട് ചെയ്യലും ഒരുമിച്ചായി. എന്തോ ഒരു അപാകത തോന്നുന്നുണ്ട് ആൻറ്റിയമ്മേ. കാരണം അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യും, ആ ഹരിയെ ഒന്ന് വിളിച്ച് നോക്ക്, അവൻ എന്തായാലും സത്യസന്ധമായിട്ട് പറയുമല്ലോ. അങ്ങനെ ഹരിയെ വിളിക്കുന്ന സമയത്ത് ഞാനാണ് മാനസിയാണ്, GM ആണെന്ന് പറയുന്നു. അപ്പോഴത്തേനും സാർ ഇവിടെ വന്നിട്ടില്ലല്ലോ, ക്രിഷ് സാർ ഇന്ന് ഓഫീസിലേ വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട് കേട്ടോ അവർക്ക്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്ന. നാളെ നല്ലൊരു പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് കാണാം.